സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. 7 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും നിലനിൽക്കുകയാണ്. കനത്ത മഴയിൽ ആലുവയിലെ വീടുകളിലും റോഡിലും വെള്ളം കയറി. ചെല്ലാനം, കണ്ണമാലി മേഖലയിൽ കടൽക്ഷോഭം ശക്തമാണ്. ചെല്ലാനം പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് കടൽക്ഷോഭം ശക്തമായിരിക്കുന്നത്. വീടുകൾക്ക് സമീപം വെള്ളം കയറിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയും ഒപ്പം കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവും ചേരുകയാണ്. ആദ്യം ശാലിനിലേക്ക്. ശാലിനി, ഇന്ന് 7 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കില്ല, അല്ലെങ്കിൽ മെല്ലെ മെല്ലെ ദുർബലമാകുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുരേഷ്, ഇന്ന് രാവിലോടുകൂടി വന്ന അലർട്ടിൽ 3 ജില്ലകൾക്കായിരുന്നു ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത്. മഴ ശക്തി കുറയുന്നു എന്നതൊക്കെയായിരുന്നു അന്നത്തെ മുന്നറിയിപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ 1 മണിയോടുകൂടി വന്ന അലർട്ടുകളിലാണ് കാര്യമായ മാറ്റം ഈ മഴ മുന്നറിയിപ്പിൽ ഉണ്ടായിട്ടുള്ളത്. 7 ജില്ലകൾക്കാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, ഒപ്പം കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിശക്തമായ മഴ തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി ലഭിക്കും എന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന വ്യാപകമായി മഴ ശക്തമാകുന്നതോടൊപ്പം തന്നെ 2 ന്യൂനമർദ്ദങ്ങളാണ് സംസ്ഥാനത്തേക്ക് ഈ മഴ ശക്തമാക്കുന്നതിന്റെ പ്രധാന കാരണമായി നിൽക്കുന്നത്. അറബിക്കടലിലും ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തീവ്ര ന്യൂനമർദ്ദമാവുകയും നാളെ വൈകിട്ടോടുകൂടി തീവ്ര ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയുമുണ്ട്. 26-ാം തീയതി വൈകിട്ടോടുകൂടി ഇത് ബംഗാൾ തീരത്തേക്ക് എത്തും. പടിഞ്ഞാറൻ ബംഗാൾ തീരത്ത് ഇത് കരതൊടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പോലും കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഈ ചുഴലിക്കാറ്റിന്റെയും ഒപ്പം തന്നെ ന്യൂനമർദ്ദത്തിന്റെയൊക്കെ ഭാഗമായി ലഭിക്കാൻ പോകുന്നത്. 31-ാം തീയതിയോട് കൂടി തന്നെ സംസ്ഥാനത്തേക്ക് കാലവർഷം കൂടി എത്തുമെന്നുള്ളതാണ് പ്രവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തുടർച്ചയായി ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. എങ്കിൽ പോലും നിലവിൽ തീവ്ര മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ്, അതായത് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഒരു ജില്ലയ്ക്കും നൽകിയിട്ടില്ല. എങ്കിൽ പോലും വൈകിട്ട് വരാനുള്ള മുന്നറിയിപ്പിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തലസ്ഥാന ജില്ലയിലടക്കം ഇപ്പോൾ നേരിയ മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വരും മണിക്കൂറിൽ ശക്തമായ കാറ്റ്, ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ഒക്കെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ ജില്ലകൾക്കും നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലടക്കം തീരദേശ മേഖലയ്ക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രകളും ഒപ്പം തന്നെ അനധികൃത യാത്രകളും ഒഴിവാക്കണം എന്നുള്ളതാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. പൊന്മുടി അടക്കമുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾക്ക് പൂർണ്ണമായും വിലക്ക് തുടരുകയാണ്. മത്സ്യബന്ധനത്തിനും കേരള, തമിഴ്നാട് തീരങ്ങളിൽ പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കടലിൽ ഇറങ്ങിയുള്ള മത്സ്യബന്ധനം, വിനോദസഞ്ചാരം ഇതൊക്കെ തന്നെ പൂർണ്ണമായും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്നുള്ള നിർദ്ദേശം തുടരുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. എന്തായാലും സംസ്ഥാനം ജാഗ്രതയിലാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വിവിധ വകുപ്പുകൾ നടത്തണമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഒപ്പം വെള്ളക്കെട്ട്, അതിരൂക്ഷമായ മഴ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ ഏകോപിപ്പിക്കണമെന്നൊരു നിർദ്ദേശം കൂടി സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കാത്തതിനെ തുടർന്ന് തലസ്ഥാന ജില്ലയിലടക്കം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടൊക്കെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിലെ അതുപോലെ തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും കേരളത്തിലെ സംസ്ഥാനത്ത് ഒരിടത്തും അത്രത്തോളം കാര്യക്ഷമമായി നടന്നിട്ടില്ല. അതിൻ്റെ ഒരു കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ തന്നെ ഫണ്ട് ലഭിക്കുന്നില്ല എന്നതാണ്. അത് ആരോഗ്യരംഗത്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലായാലും മഴ ശക്തി പ്രാപിക്കുമ്പോഴുള്ള മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലായാലും എല്ലാ വാക്കുകളിൽ ഒതുങ്ങുകയാണ്. ഈ പണമില്ല എന്നുള്ളത് ആവർത്തിക്കുമ്പോൾ ജനങ്ങൾ അത്രത്തോളം ദുരിതം അനുഭവിക്കുകയാണ്. കാരണം വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമ്പോൾ ഇനി കാലവർഷത്തിലേക്ക് എത്തുകയാണ്. കാലവർഷം വരെ ഇങ്ങനെ വേനൽ മഴയായാലും തുടർച്ചയായി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോഴത്തെ ഈ അലർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ദുരിതം ഒന്ന് കുറയ്ക്കാൻ പോലും, അല്ലെങ്കിൽ യാതൊരു തരത്തിലും ഇടപെടലുകൾ നടത്താൻ പോലും സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ആശങ്കയിലാണ് പ്രത്യേകിച്ച് തീരദേശ മേഖലയിലടക്കം ജനത?
സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തന്നെ മഴക്കാലങ്ങൾക്ക് മുൻപ് നടത്തേണ്ട പ്രവർത്തനങ്ങളാണ്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലടക്കം മഴക്കാലം തുടങ്ങിയതിനു ശേഷമാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ പല മേഖലയിലും തുടങ്ങിയിട്ടുള്ളത്. അതിപ്പോഴും ഈ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയിൽ പലതും താറുമാറായി കിടക്കുന്നുണ്ട്. ഓട നവീകരണം, ഒപ്പം തന്നെ പാർവതി പുത്തനാർ പോലെയുള്ള വലിയ തോടുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം. സ്മാർട്ട് റോഡുകളുടെയും ഒപ്പം തന്നെ അതിന്റെ സമീപത്തുള്ള ഓടകളുടെ നവീകരണവും ഒക്കെ തന്നെ കൃത്യമായി നടക്കാത്തത് കാരണം കൂറ്റൻ കുഴികൾ പല മേഖലകളിലുമുണ്ട്. അത് വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾക്കും ഒപ്പം തന്നെ ദുരിതങ്ങൾക്കും കാരണമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആരോഗ്യ മേഖലയിൽ നടക്കമുള്ള അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് അടക്കം കൃത്യമായി പ്രവർത്തനം നടത്തേണ്ടതാണ്. എലിപ്പനി അടക്കമുള്ള രോഗങ്ങൾ ബാധിക്കുന്ന ഒരു സാഹചര്യം, എലിപ്പനി മരണങ്ങൾ പല ജില്ലകളിലും സംസ്ഥാന വ്യാപകമായി റിപ്പോർട്ട് ചെയ്തൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ധനക വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഇവിടെ പാളിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള ഗുളികകൾ ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ പല വീടുകളിലേക്കും ആരോഗ്യ പ്രവർത്തകർ എത്തിക്കാറുണ്ട്. ഇതൊന്നും തന്നെ ഇത്തവണ കാര്യമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അടിക്കടി ഇനി മഴ എത്തുന്ന ദിവസങ്ങളാണ്. ഈ ന്യൂനമർദ്ദം തുടർക്കഥയാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ തുടർച്ചയായി കാലവർഷം കേരളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴും കാര്യമായി നടക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ആ ഒരു ആശങ്ക പൊതുജനങ്ങൾക്കുണ്ട്, സാധാരണ ജനങ്ങൾക്കുണ്ട്. ചാലയിലടക്കം തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന മേഖലകളിലൊക്കെ ഈ മഴ തുടർച്ചയാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ആശങ്ക നിൽക്കുകയാണ്. സമാനമായി തന്നെയാണ് തീരദേശ മേഖലയിലും സാഹചര്യങ്ങൾ. തുമ്പ അടക്കമുള്ള മേഖലകളിലെ നിരവധി വീടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള മഴകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടെത്തേണ്ട നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഇതടക്കം അമ്പേ പാടുന്ന കാഴ്ചകളാണ് പല മേഖലകളിലും പല ജില്ലകളിലും കാണുന്നത്. എന്തായാലും തീരദേശ മേഖലയിലെ ജനങ്ങൾ ഒപ്പം തന്നെ മലയോര മേഖലയിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ഈ മരങ്ങൾ കടപുഴകിയുള്ള അപകടങ്ങളൊക്കെ തന്നെ തുടർക്കഥയാകുന്നു. ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീണുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ താമസിക്കുന്നവരും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കാര്യമായി തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ മണിക്കൂർ നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. സുരേഷ്, 7 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പും. ശാലിനിയാണ് തിരുവനന്തപുരത്തിന് വിശദാംശങ്ങൾ നൽകിയത്. അലുവയിലും വീടുകളിലും റോഡിലും വെള്ളം കയറിയിരിക്കുകയാണ്. ചെല്ലാനം കണ്ണമാലി മേഖലയിൽ കടൽക്ഷോഭവും ശക്തമാണ്. വിവരങ്ങൾ നൽകാൻ രേഷ്മ ചിരിക്കുകയാണ്. രേഷ്മ, ഇപ്പോഴും ആലുവ മേഖലയിലടക്കം മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടോ? വെള്ളക്കെട്ട് രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ജനങ്ങൾ പ്രയാസം അനുഭവിക്കുകയാണ്? ഒപ്പം ചെല്ലാനം മേഖലയിലടക്കം തീരദേശവാസികളും എത്രത്തോളം ദുരിതത്തിലാണ്? സുരേഷ്, നിലവിൽ കൊച്ചിയിലെ നഗരമേഖലകളിലൊക്കെ തന്നെ മഴ തോർന്നിട്ടുണ്ട്. പക്ഷെ ആലുവ ഭാഗത്ത്, അതായത് പുളിഞ്ചോട് ഭാഗത്തെ റോഡുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. അത് പക്ഷെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആലുവ, പുളിഞ്ചോട്, അതോടൊപ്പം തന്നെ പഴയ എറണാകുളം ഭാഗത്തെ റോഡുകളിൽ രാവിലെ വെള്ളം കയറിയിരുന്നു. വെള്ളം പിന്നീട് വീടുകളിലും മറ്റ് കടകളിലും ഒക്കെ തന്നെ കയറിയിരുന്നു. കാണികൾ ശുചീകരിക്കാത്തതാണ് ഇത്തരത്തിൽ ആലുവ, പുളിഞ്ചോട് ഭാഗത്ത് റോഡുകളിലടക്കം വെള്ളം കയറാനുള്ള ഒരു കാരണമെന്നാണ് നാട്ടുകാരടക്കം ആക്ഷേപം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ചെല്ലാനം കണ്ണമാലി ഭാഗത്തെ ശക്തമായിട്ടുള്ള കടൽക്ഷോഭം നിലനിൽക്കുന്നുണ്ട്. ചെല്ലാനം പഞ്ചായത്തിലെ 8ാം വാർഡിലാണ് കടൽക്ഷോഭം രൂക്ഷമായിരിക്കുന്നത്. വീടുകളുടെ സമീപത്ത് വരെ വെള്ളം കയറിയിട്ടുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെല്ലാനം കണ്ണമാലി മേഖലയിൽ കടൽക്ഷോഭം പതിവാണ്. കാര്യമായിട്ടുള്ള ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇടപ്പള്ളിയിലടക്കം കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ വെള്ളം കയറിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഉത്സവക്കാർക്ക് ആ ഭാഗങ്ങളിലും വെള്ളം കയറിയിരുന്നു. എന്നാലും നഗരമേഖലയിൽ നിലവിൽ മഴ തോന്നുന്ന ഒരു സാഹചര്യമാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ചില പ്രദേശങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. കീലേരി മലയിൽ മണ്ണിടിച്ചിൽ മൂലം 20 പേരെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാക്കനാട്ട് സ്വകാര്യ സ്കൂളാണ് ദുരിതാശ്വാസ ക്യാമ്പായിട്ട് മാറ്റിയിട്ടുള്ളത്. 8 കുടുംബങ്ങളിൽ നിന്നായിട്ട് 20 പേരെ ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മലയോര മേഖലയിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിയാർ തീരത്തുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരേഷ്.